പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അമക്കുക. എല്ലാ സഹോദരങ്ങളും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഒരു പാഠം എന്ന് പറയുന്നത് വേദവചനം ഇതാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇത് ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവരെ ദൈവം ധാരാളമായിട്ടല്ലെങ്കിൽ ദൈവിക പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. അത് ഓർമ്മശക്തി ഇല്ലാത്ത ഏതെങ്കിലും കുട്ടികളാണെങ്കിൽ ഇതൊരു ദിവസം ഒരു 10 പ്രാവശ്യം പറയുക, ഇത് ഈ വാക്യം വായിക്കുക, ഇത് മനസ്സിലെ കൃത്യസ്ഥമാക്കുക. ഇതാണ് 1:5. നിങ്ങളിൽ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കൃത്യസ്ഥമാക്കുക, ഓർമ്മയിൽ കൊണ്ടുവരിക. അങ്ങനെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരുടെ ഓർമ്മശക്തിയിലേക്ക് ദൈവം അത് കടന്നു വരുന്നതായിട്ട് ആ ദൈവവചനം കടന്നു വന്നു കഴിയുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ജ്ഞാനവും വിവേകവും എല്ലാം പരിജ്ഞാനമെല്ലാം കർത്താവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ സദൃശവാക്യം 2:6 കാണുന്നുണ്ട്. ഈ വാക്യങ്ങൾ രണ്ടും ദിവസവും നമ്മൾ ഉരവിട്ട് പ്രാർത്ഥിക്കണം. ഉരവിട്ട് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. ഏത് സമയത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും നൽകുന്നു. അതായത് സദൃശവാക്യം 2:6 വാക്യവും ജെയിംസ് 1:5 വായിക്കേണ്ടുന്നത്. അതങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക. ഡെയിലി ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യം എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുവാണെങ്കിൽ ദൈവിക ജ്ഞാനം ഓർമ്മശക്തിയും തരുമെന്നുള്ള കാര്യം നാം മറന്നു പോരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.